Good morning to all. Good morning, Miss. Good morning, Miss. Good morning. Good Good morning, ma'am. Good morning, Miss. Good morning, Miss. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തേ? എന്തായിരുന്നു പഠിച്ചിരുന്നത് കഴിഞ്ഞ ക്ലാസ്സില്? blood grouping. ബ്ലഡ് ഗ്രൂപ്പിംഗ് പഠിച്ചു അല്ലേ? അപ്പൊ ആരാണൊന്ന് പറഞ്ഞു തരാം? ആരെങ്കിലും ഒരാള്? Ma'am, പറയട്ടെ. നസീറ പറയൂ. 4 types blood groups ആണ് ഉള്ളത്. മെയിൻ ആയിട്ടുള്ള നാല് ടൈപ്പ് ഗ്രൂപ്പുകളാണ് എ, ബി, എ ബി ആൻഡ് ഒ. ഓക്കെ. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു 2-3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞില്ലേ? യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത് ഒ ഗ്രൂപ്പും യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത് എ ബി ഗ്രൂപ്പും റയർ ഗ്രൂപ്പ് ആയിട്ട് പറയുന്നത് എ ബി നെഗറ്റീവ് ഗ്രൂപ്പുമാണ്. ആന്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പ് പറയും എ ബി, ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഒ ഗ്രൂപ്പുമാണ്. ഓക്കെ. കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് പറയുന്നത് ഏതാണ്? കോമൺ ആയിട്ട് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡൗട്ട് ഇവിടെ പലർക്കും ഉണ്ടായിരുന്നു. ആന്റിജൻ എന്താന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ആന്റിബോഡി എന്താന്നുള്ളത് മിക്കവർക്കും ക്ലിയർ അല്ല. അതെന്താ അങ്ങനെ പറയുന്നതെന്നുള്ളത് ചോദിച്ചായിരുന്നു ഇവിടെ. ആന്റിജൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ആന്റിജൻ എന്ന് പറഞ്ഞാൽ എന്താ? രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ഘടകത്തെയാണ് ആന്റിജൻ എന്ന് പറയുന്നത്. അല്ലെ? ഈ ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീൻസ് ആണ് ആന്റിബോഡികൾ. ഓക്കെ. ഈ ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആന്റിബോഡീസ് ആണ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ആണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീൻസ് ആണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ. ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീൻസ് ആണ് ആന്റിബോഡീസ്. അതുകൊണ്ടാണ് രാത്രി തമ്മിൽ എന്താണ് മാച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും? റിയാക്ഷൻ നടക്കും അല്ലെ? അപ്പൊ ആന്റിജൻ എതിരെയുള്ളതല്ലേ, എതിരെയുള്ള പ്രോട്ടീൻ ആയതുകൊണ്ടാണ് അവിടെ ഒരുപോലെ വരരുതെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മള് ഏതാണ് പറഞ്ഞോണ്ടിരുന്നത്? വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ് അല്ലെ? ബ്ലഡ് ബാങ്കിങ്ങില് എന്തൊക്കെ ടെസ്റ്റുകളാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം എന്താണ്? ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. ഏതെങ്കിലും ഒരു വ്യക്തി ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഡൊണേറ്റ് ചെയ്യപ്പെടുന്ന ബ്ലഡ് കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, എന്താണ് പറഞ്ഞത്? ബ്ലഡ് ഏത് വ്യക്തിയാണോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്, ആ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിനെ കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെ ലാബില് കടത്തിവിടുന്നു. എന്തൊക്കെയാണ് പ്രിലിമിനറി ടെസ്റ്റുകൾ എന്നാണ് നമ്മൾ ഇതിന്റെ കീഴിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് എന്ത്? ടൈപ്പിംഗ് എന്ന് പറയുന്ന ടെസ്റ്റ്. ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ എത്ര ബ്ലഡ് ഗ്രൂപ്പ്സാ പഠിച്ചേ? എത്ര ബ്ലഡ് ഗ്രൂപ്പ്സാ പഠിച്ചേ? 4 അല്ലേ? ഏതൊക്കെയായിരുന്നു? ഓക്കെ, അപ്പൊ 4 ബ്ലഡ് ഗ്രൂപ്പ്സ് പഠിച്ചു. എ ബി ആൻഡ് ഒ. അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പ് പഠിച്ചു അല്ലെ? അപ്പൊ ഈ ടൈപ്പിംഗിലും അത് തന്നെയാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഡൊണേറ്റ് ചെയ്ത് വരുന്ന ബ്ലഡ് അത് ഏത് ഗ്രൂപ്പിൽ വരുന്നു? എ ആണോ, ബി ആണോ, എ ബി ആണോ, ഒ ആണോ എന്ന് ആദ്യം എന്ത് ചെയ്യും? കണ്ടുപിടിക്കണം അല്ലെ? ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. അതാണ് ആദ്യത്തെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ടൈപ്പിംഗിൽ പറയുന്നത്. എന്താണ്? എ ആണോ, ബി ആണോ, എ ബി ആണോ, ഒ ആണോ ഈ ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലഡ് എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ലാബില് പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തി കണ്ടെത്തുന്നു അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നു. ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യും. അതോടൊപ്പം തന്നെ RH ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? RH ഫാക്ടർ അറിയോ ആർക്കെങ്കിലും? RH ഫാക്ടർ അല്ലെങ്കിൽ RH ടൈപ്പിംഗ് എന്താണെന്ന്?
ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകമാണ് RH ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞില്ലേ എ പോസിറ്റീവ് ഉണ്ട്, എ നെഗറ്റീവ് ഉണ്ട്, അങ്ങനെ ഈ 4 ബ്ലഡ് ഗ്രൂപ്പുകൾക്കും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ബ്ലഡ് ഗ്രൂപ്പുകൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകമാണ് RH ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ RH ഫാക്ടറിനെ റിസസ് ഫാക്ടർ എന്നാണ് ശരിക്കും പേര്. റിസസ് ഫാക്ടർ. ഓക്കെ, റിസസ് ഫാക്ടർ എന്നാണ് പേര്. അതിന് നമ്മൾ ഷോർട്ട് ചെയ്താണ് RH ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി കേട്ടോ. കാർൽ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ RH ഫാക്ടർ ആദ്യമായി കണ്ടെത്തിയ വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹം റിസസ് എന്ന് പറയുന്ന ഒരു കുരങ്ങ്, അതുകൊണ്ടാണ് ഇതിനെ റിസസ് ഫാക്ടർ എന്ന് പറഞ്ഞത് കേട്ടോ. റിസസ് എന്ന് പറയുന്ന ഒരു കുരങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റുകളൊക്കെ നടത്തിയിരുന്നത്. അങ്ങനെ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോ ആ റിസസിന്റെ ബ്ലഡിൽ എന്ത് ചെയ്തു, നമ്മുടെ ബ്ലഡുകളിൽ ഒരു പ്രോട്ടീൻ ഉണ്ട്, ഒരു പുതിയ ഒരു പ്രോട്ടീൻ പ്രസന്റ് ആണ് എന്നുള്ളത് അദ്ദേഹം കണ്ടെത്തുകയും ആ പ്രോട്ടീനെ അദ്ദേഹം RH ഫാക്ടർ അല്ലെങ്കിൽ റിസസ് ഫാക്ടർ എന്ന് പേര് നൽകുകയും ചെയ്തു. ഓക്കെ, കാർൽ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ RH ഫാക്ടറിനെ കണ്ടെത്തിയത്. അപ്പൊ ഈ RH ഫാക്ടറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം റിസസ് മങ്കി അല്ലെങ്കിൽ റിസസ് എന്ന് പറയുന്ന കുരങ്ങനിലായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്, എക്സ്പെരിമെന്റുകൾ ചെയ്തതും. അങ്ങനെ അദ്ദേഹം എക്സ്പെരിമെന്റുകളിലൂടെ എന്ത് കണ്ടെത്തി, ബ്ലഡില് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രോട്ടീൻ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ആ പ്രോട്ടീനെ അദ്ദേഹം RH അല്ലെങ്കിൽ റിസസ് ഫാക്ടർ എന്ന് പേര് നൽകുകയും ചെയ്തു. അപ്പൊ ബ്ലഡില് ഈ RH ഫാക്ടർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും, പോസിറ്റീവ് ആണെന്ന് പറയും അല്ലെ. ഇനി ബ്ലഡില് RH ഫാക്ടർ ഇല്ല അല്ലെങ്കിൽ പ്രോട്ടീൻ ഇല്ല എങ്കിലോ അത് നെഗറ്റീവ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ RH ഫാക്ടറിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ RH ഫാക്ടർ എന്ന് പറയുന്നത് കാർൽ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കണ്ടെത്തിയത്. അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തിയത് റിസസ് മങ്കിയിലായതുകൊണ്ടാണ് ആ പ്രോട്ടീന് റിസസ് ഫാക്ടർ എന്ന് പേര് നൽകിയത്. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ്, ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകമാണ് ഈ RH ഫാക്ടർ എന്ന് പറയുന്നത്. ആ പ്രോട്ടീൻ അവിടെ അവൈലബിൾ ആണെങ്കിൽ, ആ പ്രസന്റ് ആണ് ബ്ലഡിൽ പ്രസന്റ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ആ പ്രോട്ടീൻ ആ ബ്ലഡിൽ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ആബ്സെന്റ് ആണെങ്കിൽ എന്താണ്, അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് കണ്ടെത്തുന്നു, ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്നും എന്താ പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, third point എന്ന് പറയുന്നത് സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽസ് antibodies that may cause complications in the recipient, that is transfusion reaction tests. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, അതായത് റെസിപ്പിയന്റ് അല്ലെ, അല്ലെങ്കിൽ ആ ഡൊണേറ്റ് ചെയ്ത ബ്ലഡ് സ്വീകരിക്കുന്ന ആളാണ് റെസിപ്പിയന്റ് എന്ന് പറയുന്നത് അല്ലെ. ആ റെസിപ്പിയന്റിന് എന്തെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഈ ബ്ലഡ് സ്വീകരിക്കുമ്പോൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡില് ഏതെങ്കിലും തരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും, ആദ്യം ടെസ്റ്റ് ചെയ്യും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ടെസ്റ്റ് ചെയ്യണേ, ഈ ഡോണറിലുള്ള ഈ ആന്റിബോഡീസ് ചെന്ന് കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റിജൻസ് ആ റെസിപ്പിയന്റെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റിംഗ് നടക്കും അല്ലെ. അവിടെ ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ തന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് ആ പേഷ്യന്റിന് എന്തെയും അവരുടെ കണ്ടീഷൻ എങ്ങനെയും ആയിരിക്കും, വളരെ കോംപ്ലിക്കേറ്റഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വീകരിക്കുന്ന ആ റെസിപ്പിയന്റിന് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡില് ഏതെങ്കിലും രീതിയിലുള്ള മറ്റു ആന്റിബോഡീസോ കാര്യങ്ങളോ ഉണ്ട് എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ബ്ലഡ് എന്ത് ചെയ്യുള്ളൂ, ആ റെസിപ്പിയന്റിലേക്ക് കൈമാറുള്ളൂ. അപ്പൊ ആദ്യം അത് ചെക്ക് ചെയ്യുന്നു. Then screening for current or past infections. എന്താണ്, ഇപ്പൊ നിലവിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ മുൻപ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു, ബ്ലഡില് ടെസ്റ്റ് ചെയ്യുന്നു, ആ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡില്. അപ്പൊ അതിന് പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B and C. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെപ്പറ്റൈറ്റിസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തമാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് എന്തിനെ ബാധിക്കുന്നതാണ്, എന്തിനെ ബാധിക്കുന്ന രോഗമാണ്, കരളിനെ അല്ലെ. കരളിന് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്.
ഇനി ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ അല്ലെ, വൈറസുകളാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോ ഈ വൈറസുകളെ 5ആയിട്ട് നമുക്ക് തിരിക്കാം. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. ഓക്കെ, ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസിനെ 5ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എ, ബി, സി, ഡി, ഇ. ഇതില് എ, ഡി, ഇ ഈ 3എണ്ണവും എങ്ങനെയാണ് അത് പകരുക? കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെയും വാട്ടറിലൂടെയുമാണ് പകരുന്നത്. ഓക്കെ, പക്ഷെ ബിയും സിയും ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് പകരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? 5 ടൈപ്പ് ആയിട്ടാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ കാണുന്നത്. എ, ബി, സി, ഡി, ഇ. അതില് എയും ഡിയും ഇയും എങ്ങനെയാണ്? ഫുഡിലൂടെയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിലൂടെയും വാട്ടറിലൂടെയുമാണ് പകരുന്നത്. എന്നാൽ ബിയും സിയും എന്ന് പറയുന്നത് ആ 2എണ്ണവും പകരുന്നത് ബോഡി ഫ്ലൂയിഡ്സിലൂടെ ആയിരിക്കും. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സിൽ ഉൾപ്പെടുന്നതല്ലേ ബ്ലഡ് അല്ലേ? ആണോ? ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി എന്ന് പറയുന്നത് എന്തിനെ കാരണമാകുന്നതാണ്? ബി സ്പെസിഫിക് ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്, മഞ്ഞപ്പിത്തം അല്ലെ, ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന ഒരു വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി എന്ന് പറയുന്നത്. ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് സി എന്തിന് കാരണമാകുന്നതാണ്? സിയും ഇതുപോലെ തന്നെ കരളിനെ ബാധിക്കുന്ന ഒരു സാംക്രമിക രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്നത്. അപ്പൊ അതിന് കോസ് ചെയ്യുന്ന വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് സി എന്ന് പറയുന്നത്. അപ്പൊ ഇവ രണ്ടും ബോഡി ഫ്ലൂയിഡ്സിലൂടെ അല്ലെങ്കിൽ ബ്ലഡിലൂടെ ഇത് പകരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വൈറസുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ട് അല്ലെങ്കിൽ ബ്ലഡ് വരുന്ന ഈ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിൽ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. എന്താണ് അത് മുൻപ് ഇങ്ങനൊരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വഴി ഇത് എന്ത് ചെയ്യുന്നു? ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? തടയണം. അല്ലെങ്കിൽ CPNCലോട്ടും അത് പകരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതിന് തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുന്നു. ഇനി രണ്ടാമതായി എന്താണ് പറയുന്നത്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV അല്ലെ? കേട്ടിട്ടില്ലേ നിങ്ങൾ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV വൈറസിനെ കേട്ടിട്ടുണ്ട്. ഏത് രോഗം ഉണ്ടാക്കുന്നത്? എയ്ഡ്സ് അല്ലെ? ശരിയാണ്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് രോഗമാണ് എയ്ഡ്സ്? ബോഡിയിലെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നു. അതെ, ബോഡിയിലെ ഇമ്മ്യൂണിറ്റി പവർ കുറയും അല്ലെ? അപ്പൊ അവിടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്നതാണ് എയ്ഡ്സ് അല്ലെങ്കിൽ ഈ വൈറസ് HIV വൈറസ് എന്ന് പറയുന്നത്. അപ്പോ അതും ഒരു എങ്ങനെയാണ്? അതും ഒരു ബോഡി ഫ്ലൂയിഡ്സിലൂടെ അല്ലേ പകരുന്നത്? ബ്ലഡിലൂടെ മറ്റൊരു ആ വ്യക്തിയിലേക്ക് പകരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഈ HIV വൈറസിന്റെ പ്രസൻസ് ഉണ്ടോ ആ ഡൊണേറ്റ് ചെയ്ത ബ്ലഡിൽ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് ഏതാണ് പറയുന്നത്? ട്രിക്കോണിമ പാലിഡം. ദാറ്റ് മീൻസ് സിഫിലിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ് സിഫിലിസ്. സിഫിലിസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറങ്കിപ്പുണ്ണ് എന്നൊക്കെ പറയും. പറങ്കിപ്പുണ്ണ് എന്നൊക്കെ പറയുന്ന ഒരു രോഗമാണ്. ഇതൊരു ബാക്ടീരിയ ആണ്. ബാക്കി രണ്ടും നമ്മൾ വൈറസുകളെ പറ്റിയല്ലേ പഠിച്ചേ. ട്രിക്കോണിമ പാലിഡം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ട്രിക്കോണിമ പാലിഡം എന്ന് പറയുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സിഫിലിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്നു. ഇനി ഈ സിഫിലിസ് എന്ന് പറയുന്ന രോഗം പ്രധാനമായിട്ടും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അതായത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. അതുപോലെ തന്നെ ഈ രോഗം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകളിലൂടെ രോഗനിർണയം നടത്താനായിട്ട് സാധിക്കും. ഇനി ചില കേസുകളിൽ ഇതെന്താണ്? ബ്ലഡിലൂടെയും പകരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാക്ടീരിയ ട്രിക്കോണിമ പാലിഡം എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിൽ ഉണ്ടോ എന്നുള്ളത് കൂടി ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ചെയ്യുന്ന ഈ 3 രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ വൈറസ് ഉണ്ടോ ബാക്ടീരിയ ഉണ്ടോ എന്നാണ് പ്രധാനമായിട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പ്രിലിമിനറി ടെസ്റ്റുകളിൽ ഉൾപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു പ്രിലിമിനറി ടെസ്റ്റുകളിൽ? ആദ്യം പറഞ്ഞത് ടൈപ്പിംഗ് നടത്തും. എന്താണ്? 4 ഗ്രൂപ്പുകളായിട്ട് ബ്ലഡിനെ തിരിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ വരുന്ന ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡ് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു അല്ലെ? എയിലാണോ, ബിയിലാണോ, എബിയിലാണോ, ഓയിലാണോ എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്യുന്നു. രണ്ടാമത് എന്താ? അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അല്ലെ? RH പോസിറ്റീവ് ആണോ RH നെഗറ്റീവ് ആണോ എന്നും ഐഡന്റിഫൈ ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്?
എന്തെങ്കിലും രീതിയിലുള്ള, അതായത് റെസിപ്പിയന്റിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ആന്റിബോഡീസോ കാര്യങ്ങളോ ഈ ഡൊണേറ്റ് ചെയ്ത ബ്ലഡിൽ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും, സ്ക്രീനിങ് ടെസ്റ്റുകൾ വഴി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കുന്നു. നാലാമത്തെ പോയിന്റ് പറഞ്ഞ എന്താ, ഈ നിലവിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആവാം. അത് എന്തൊക്കെയാണ് പറഞ്ഞത്, ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV, എയ്ഡ്സിന് കാരണമായിട്ടുള്ള HIV വൈറസുകൾ ഉണ്ടോ എന്ന് സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തുന്നു. ട്രിബോണിമ പാലിഡം സിഫിലിസിന് കാരണമായിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്, അതിന്റെ പ്രസൻസ് ഉണ്ടോ എന്നൊക്കെ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് വഴി എന്താണ്, അത് റെസിപ്പിയന്റിലേക്ക് പകരാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇത്രയും ടെസ്റ്റുകളാണ് പ്രിലിമിനറി ടെസ്റ്റുകളിൽ, ഇത്രയുമാണ് പ്രിലിമിനറി ടെസ്റ്റുകളിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി പറയണോ അത്? ഇനി പറയണോ? ക്ലിയർ ആയി. ക്ലിയർ ആയി. ഓക്കെ, വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ്? എന്തൊക്കെ ബ്ലഡ് ടൈപ്സ് ഏതൊക്കെയാണ്? അതായത് അക്കോർഡിംഗ് ടു the American Association of Blood Banks, delivery of blood types including the following. ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു വിട്ടാൽ മാത്രം മതി കേട്ടോ. അത് ജസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ബാങ്കിന്റെ, അമേരിക്കൻ അസോസിയേഷൻ ബ്ലഡ് ബാങ്കിന്റെ അനുസരിച്ച് ബ്ലഡ് ടൈപ്പുകൾ, ഏതൊക്കെ ബ്ലഡ് ടൈപ്പുകൾ എത്രത്തോളം ഡെലിവറി ബ്ലഡ് ബാങ്കിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു റേഷ്യോ ആണ്, അല്ലെങ്കിൽ ആ ഒരു പെർസെന്റേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ പെർസെന്റേജ് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ഈ ഒരു കോളത്തിൽ നിന്നും അങ്ങനെ പ്രധാനപ്പെട്ട ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ പ്രീവിയസ് ഇയറിൽ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് വെറുതെ വായിച്ച് നിങ്ങൾ ആ പെർസെന്റേജ് ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഇതില് എല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലെ. RH പോസിറ്റീവ് ഉണ്ട്, O ആണെങ്കിൽ ഓന്റെ പോസിറ്റീവ് ഉണ്ട് എത്രയാണ്, ORH പോസിറ്റീവ് 39%, അതുപോലെ തന്നെ BRH പോസിറ്റീവ് ആണെങ്കിൽ 9%, ABRH പോസിറ്റീവ് ആണെങ്കിൽ 3%, then RH നെഗറ്റീവ് ആണെങ്കിൽ എത്ര പെർസെന്റേജ് ആണ്, 9%, then ARH positive 31%, ARH negative 6%, BRH negative 2%, and ABRH negative 1%. ഇതൊരു ജസ്റ്റ് ഒരു പെർസെന്റേജ് കണക്കാണ്. എന്തായത് ബ്ലഡ് ടൈപ്പ് എത്രത്തോളം ഡെലിവറി നടക്കുന്നു, ബ്ലഡ് ബാങ്കിൽ നിന്ന് എത്രത്തോളം ഡെലിവറി നടക്കുന്നു എന്നുള്ള ഒരു പെർസെന്റേജ് കണക്കാണ്. നിങ്ങൾ ജസ്റ്റ് ഇത് ഒന്ന് വായിച്ചു കിട്ടാൻ മാത്രം മതി. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല, അതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല കേട്ടോ. Then what are the constant of blood? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ്, ഏതൊക്കെയാണ് ബ്ലഡിലെ കമ്പോണൻസ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് ഓൾറെഡി പഠിച്ചതല്ലേ ബ്ലഡിന്റെ കമ്പോണൻസ്? റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഓക്കെ, പ്രധാനമായും 4 കമ്പോണൻസ് ആണുള്ളത് അല്ലെ. എന്തൊക്കെയാണ്? റെഡ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലാസ്മ അല്ലെ. ഇനി ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, when blood or one of its constituent part is transferred, each component serves many functions. അപ്പോൾ ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ആ ട്രാൻസ്ഫർ നടക്കുമ്പോൾ ബ്ലഡ് മുഴുവനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അല്ലെ. അല്ലാന്നുണ്ടെങ്കിലോ ബ്ലഡിന്റെ ഓരോ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് മാത്രമായിരിക്കും അവിടെ ട്രാൻസ്ഫർ ചെയ്ത് നടക്കുക അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെ ഓരോ കമ്പോണൻസിന് ഇമ്പോർട്ടന്റ്? ഓരോ കമ്പോണൻസിനും ഓരോ അതിൻ്റെതായ പ്രത്യേക ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള കമ്പോണൻസിനും അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ആ കമ്പോണൻസ്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. അപ്പൊ എഴുതാം. ഫസ്റ്റ് ഏതാണ്? റെഡ് ബ്ലഡ് സെൽസ് അല്ലെ. റെഡ് ബ്ലഡ് സെൽസ് എന്തൊക്കെയാണ്? റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രത്യേകതകൾ ഒന്ന് പറയുമോ ആരെങ്കിലും ഒരാള്? കേട്ടിട്ടുള്ള നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC, അതിന്റെ പ്രത്യേകത എന്താ? എന്താണ് പ്രത്യേകത? എന്താണ് പ്രത്യേകതകള്? It transfers oxygen to body tissues. ബോഡിയിലോട്ട് ഓക്സിജൻ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെ. ഓക്സിജനെ എല്ലാ കോശങ്ങളിലേക്കും പ്രധാന ഫംഗ്ഷൻ ആണ് ആരുടെ? ഓക്കെ, അതൊരു പ്രധാന ഫംഗ്ഷൻ ആണ്. ഇനി റെഡ് ബ്ലഡ് സെൽസ് എന്തിനാണ് നമ്മുടെ ബോഡിയിലുള്ളത്? ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞു.
ഇനി മറ്റു പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? അനീമിയ രോഗം തടയാൻ തടയാൻ വേണ്ടിയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? RBCs നമ്മൾ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ വഴി പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എഴുതുക അവിടെ റെഡ് ബ്ലഡ് സെൽസ് നോട്ട് ചെയ്തേ, ബുക്കിലെ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC. മലയാളത്തിൽ എന്താ പറയാ അതിനെ? മലയാളത്തിൽ എന്താ പറയാ? അരുണ രക്താണുക്കൾ അല്ലെ? അരുണ രക്താണുക്കൾ എന്നാണ് RBCയെ പറയുന്നത്. അരുണ രക്താണുക്കൾ. ഓക്കെ. ഇനി അതിന്റെ സയന്റിഫിക് നെയിം അറിയോ? സയന്റിഫിക് നെയിം RBCയുടെ സയന്റിഫിക് നെയിം അറിയോ? സയന്റിഫിക് നെയിം ആർക്കെങ്കിലും? എറിത്രോസൈറ്റ്സ്. നോട്ട് ചെയ്യാം. RBCയുടെ സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ്സ്. ERYTHROCYTES. എറിത്രോസൈറ്റ്സ്. എന്നോട് പറയാവോ സ്പെല്ലിംഗ്? ERYTHROCYTES. Erythrocytes. Okay. Then ഇതിന്റെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ഇതിന്റെ ആയുസ് എത്ര ദിവസമായിരിക്കും? എത്ര ദിവസമായിരിക്കും അറിയോ? 120 ഡേയ്സ് ആണ്. 120 ഡേയ്സ്. ഓക്കെ. അപ്പൊ അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞ് എഴുതിക്കോ. 120 ഡേയ്സ്. 120 ഡേയ്സ്. 120. 120 ഡേയ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആയുസുള്ള ബ്ലഡ് സെൽ എന്ന് ചോദിച്ചാൽ ഏതാണ്? ഏറ്റവും കൂടുതൽ ആയുസുള്ള ബ്ലഡ് സെൽ എന്ന് ചോദിച്ചാലും RBC തന്നെയാണ് കേട്ടോ. ഓക്കെ. RBC തന്നെയാണ് ഏറ്റവും കൂടുതൽ ആയുസുള്ള ബ്ലഡ് സെൽ എന്ന് പറയുന്നത്. കാരണം എത്ര? 120 ഡേയ്സ് ആണ് അതിന്റെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ആയുസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന്റെ പ്രധാന ഫംഗ്ഷൻ ഏതാ? ഫംഗ്ഷൻ എന്താണ്? ഇത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കോശങ്ങളിലേക്കും ആവശ്യമായിട്ടുള്ള ഓക്സിജനെ എത്തിച്ചു നൽകുന്ന എന്താണ്? രക്തകോശമാണ് RBC അല്ലെ? ഇതാണ് നമ്മുടെ പ്രധാന ഫംഗ്ഷൻ പറയുന്നത് അല്ലെ? എന്താണ് ഫംഗ്ഷൻ പറയുന്നത്? ബ്ലഡ് സെൽസിന്റെ these cells transport oxygen to the tissues in the body. എന്താണ്? These cells transport oxygen to the tissues in the body and are commonly used to treat of anemia. എന്താണ് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്? എന്താ? നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിച്ചു നൽകുക എന്നുള്ളതാണ് റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈ റെഡ് ബ്ലഡ് സെൽസ് അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടീഷൻ? അനീമിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടില്ലേ? RBCയുടെ അളവ് കുറയുന്ന RBCയുടെ അളവ് കുറയുന്നത്. അതെ അതെ. വിളർച്ച എന്ന് പറയുന്നു. നമ്മുടെ മലയാളത്തിൽ എന്താ പറയാ? വിളർച്ച എന്ന് പറയും അല്ലെ? അല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? RBCയുടെ അളവ് നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ കുറയുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ അനീമിക് പേഷ്യൻസ് ആയവർക്ക് RBCയുടെ അളവല്ല അവരുടെ ബോഡിയിൽ ബ്ലഡിൽ കുറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? RBC കൊടുക്കണം അല്ലെ? RBC ഇപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനില് RBC മാത്രമായിരിക്കും അവർക്ക് കൊടുക്കുക. എന്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്? അനീമിയയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? അപ്പൊ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? RBC അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ എന്ന് അറിയപ്പെടുന്നു. ഇനി ഇതിന്റെ സയന്റിഫിക് നെയിം എന്താ? എറിത്രോസൈറ്റ്സ് എന്നാണ് സയന്റിഫിക് നെയിം. ലൈഫ് സ്പാൻ എത്ര ദിവസമാണ്? 120 ഡേയ്സ് ആണ് ലൈഫ് സ്പാൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? RBC ആണ് അല്ലെ? ഇനി ഇതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണ് പറഞ്ഞത്? നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജനെ എത്തിച്ചു നൽകുക എന്നുള്ളതാണ് ഈ RBCയുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കൂടാതെ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ? വിളർച്ച അല്ലെ? വിളർച്ച അല്ലെങ്കിൽ അനീമിക് പേഷ്യൻസിന് അവരുടെ ബ്ലഡിൽ എന്തായിരിക്കും? RBCയുടെ അളവ് കുറയുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ അനീമിക് പേഷ്യൻസിനെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവിടെ RBC എന്ത് ചെയ്യണം? അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്ത് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ട്രാൻസ്ഫ്യൂഷൻ വഴിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ RBC ട്രാൻസ്ഫ്യൂഷൻ വഴി പ്രൊവൈഡ് ചെയ്യുന്നത് വഴി അനീമിയ പേഷ്യൻസിന് നമുക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ.
രണ്ടാമത് എന്താണ്? പ്ലേറ്റ്ലെറ്റ്സ് അല്ലെ? പ്ലേറ്റ്ലെറ്റ്സ് എഴുതിയ രണ്ടാമത്തെ നോട്ടില് പ്ലേറ്റ്ലെറ്റ്സ്. സെക്കൻഡ് വൺ എഴുതിയ പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം എഴുതിക്കോ. സയന്റിഫിക് നെയിം, പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം ത്രോംബോസൈറ്റ്സ്. ത്രോംബോസൈറ്റ്സ് സ്പെല്ലിംഗ് പറയാം. THROMBOCYTES. ത്രോംബോസൈറ്റ്സ്. THROMBOCYTES. Thrombocytes. Okay, thrombocytes. കിട്ടിയോ സ്പെല്ലിംഗ്? Thrombocytes കിട്ടിയോ? Yes, ma'am. Then അതിന്റെ ലൈഫ് സ്പാൻ എഴുതിക്കോ. ലൈഫ് സ്പാൻ 7 days. 7 days ആണ് പ്ലേറ്റ്ലെറ്റ്സിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. 7 days ആണ്. 7 days ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 7 days ആണ്. അപ്പോ നമ്മള് RBCയുടെ ലൈഫ് സ്പാൻ എത്ര ദിവസമായിരുന്നു? 120 days. പ്ലേറ്റ്ലെറ്റ്സിന്റെ ആണെങ്കിൽ 7 days ആണ്. അപ്പോ ഏറ്റവും കുറവ് ആയുസുള്ള രക്തകോശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്? പ്ലേറ്റ്ലെറ്റ്സ് ആണ് ഏറ്റവും ആയുസുള്ള രക്തകോശം. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സ് ആണ്. 7 days ആണ് അല്ലെ? എന്നാൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെ ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ളത് ഓക്കെ, അതെ 120 days ആണ് അല്ലെ? ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയേ. പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫംഗ്ഷൻ they help the blood to flow used to treat leukemia and other forms of cancer. എന്താണ്? രക്തം കട്ട പിടിക്കാൻ അല്ലെ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് എന്തെന്ന് പറയുന്നത്? പ്ലേറ്റ്ലെറ്റ്സുകൾ എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അത് എന്തിന്റെയൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ട്രീറ്റ് ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ക്യാൻസർ. വെരി ഗുഡ്. ബ്ലഡ് ക്യാൻസർ അല്ലെ? ബ്ലഡ് ക്യാൻസറിനും അതുപോലെയുള്ള മറ്റു ഫോംസ് ഓഫ് ക്യാൻസർ, മറ്റു ക്യാൻസറുകൾക്കും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ് ഉപയോഗിക്കുന്നത്? പ്ലേറ്റ്ലെറ്റ്സുകളെ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? ആരെങ്കിലും ആരെങ്കിലും ഒരാളൊന്ന് പറയോ പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ച്? Thrombocytes ആണ് scientific name. 7 days ആണ് ലൈഫ് സ്പാൻ. ഏറ്റവും കുറഞ്ഞ ലൈഫ് സ്പാൻ. ഇത് ബ്ലഡ് ക്ലോട്ടിന് ഹെൽപ്പ് ചെയ്യുന്നു. എന്തിന്റെയൊക്കെ ട്രീറ്റ്മെന്റിനാ ഉപയോഗിക്കുന്നത്? ലുക്കീമിയ and other forms of cancer. Okay, very good. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ലുക്കീമിയ എന്ന് പറയുന്ന എന്ത് രോഗാണ്? ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസർ. ഓക്കെ, ബ്ലഡ് ക്യാൻസർ. അടുത്തതാണ് എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ? വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസ് എഴുതിയേ. വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC എന്ന് പറയുന്നു അല്ലെ? വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC എന്ന് പറയുന്നു. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC എന്ന് പറയുന്നു. ഈ WBCയുടെ സയന്റിഫിക് നെയിം ഏതൊക്കെ? സയന്റിഫിക് നെയിം ഓഫ് WBC ലൂക്കോസൈറ്റ്സ്. ലൂക്കോസൈറ്റ്സ് സ്പെല്ലിംഗ് പറയാം. LEUCOCYTES. CYTES. Leukocytes. LEUCOCYTES. Leukocytes. Okay.
വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBCയുടെ സയന്റിഫിക് നെയിം ആണ് എന്ന് പറയുന്നത് ലൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ WBCയുടെ പ്രധാന ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ലൈഫ് സ്പാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ അല്ലെ. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയുസ് എന്ന് പറയുന്നത് 10 to 15 days ആണ്. 10 to 15 days. ഓക്കെ, ലൈഫ് സ്പാൻ എത്രയാണ്? 10 to 15 days ആണ്. ഇതിന്റെ പ്രധാന ഫങ്ഷൻസ് എന്താണെന്ന് നോക്കിയേ. These cells help in fighting infection. ഇതാണ് രോഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ എന്ത് ചെയ്യുന്നു? അതിനെ തടയുന്നു അല്ലെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു അല്ലെ. ഫൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ്. ആൻഡ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്. അവിടെ ഒരു പോയിന്റ് എഴുതി ചേർക്കണം കേട്ടോ. ഹെൽപ്പ് ദ പ്രോസസ് എന്നാണ്, ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ് എന്നാണ് ശരിക്കും കേട്ടോ. ഇമ്മ്യൂൺ പ്രോസസ് അതായത് എന്താ? രോഗപ്രതിരോധ ശേഷിക്കും എന്താണ് രോഗബാധയും അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെയും ഒക്കെ തടയുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്ന സെല്ലുകളാണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന രക്തകോശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് എഴുതുക? വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ. ഓക്കെ, അപ്പൊ വൈറ്റ് ബ്ലഡ് സെൽസ് എന്താണ് പറയുന്നത്? വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് WBCയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ലൂക്കോസൈറ്റ്സ് എന്നാണ്. അതിന്റെ ലൈഫ് സ്പാൻ എത്രയാണ്? 10 to 15 days ആണ്. ഇനി അതെന്തിനെ? രോഗബാധയെ തടയുകയും എന്താണ് രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുകയും ചെയ്യുന്ന ബ്ലഡ് സെൽസ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ആണ് എന്ത്? പ്ലാസ്മ അല്ലെ. പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മയ്ക്ക് അങ്ങനെ സയന്റിഫിക് നെയിം ഒന്നും പഠിക്കാനില്ല. പ്ലാസ്മയെ നമ്മൾ പ്ലാസ്മ തന്നെയാണ് പറയുന്നത് കേട്ടോ. പ്ലാസ്മയ്ക്ക് ഇല്ല, ബാക്കി 3 എണ്ണത്തിനുമാണ് നമുക്ക് സയന്റിഫിക് നെയിംസ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ പ്ലാസ്മയുടെ ലൈഫ് സ്പാനും അങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് കൃത്യമല്ല. അത് ചിലപ്പോ ആഴ്ചകളാവാം, ചിലപ്പോ മാസങ്ങളാവാം. അതിന്റെ ഒരു കറക്റ്റ് കണക്കില്ലാത്തത് കൊണ്ട് അത് നിങ്ങൾ ഈ 3 എണ്ണത്തിന്റെ മാത്രം പഠിച്ചിരുന്നാൽ മതി കേട്ടോ. അത് ക്വസ്റ്റ്യൻ വരുമ്പോഴും അതിൽ നിന്ന് 3 എണ്ണത്തിന് തന്നെ ഉണ്ടാവുള്ളൂ. Then plasma എന്ന് പറയുന്നത് എന്താ? The watery fluid part of the blood in which the red blood cells, white cells and platelets are suspended. എന്താണ് പ്ലാസ്മ എന്ന് പറയുന്നത്? ഫ്ലൂയിഡ് പാർട്ട് അല്ലെ, ബ്ലഡിലെ ദ്രാവക ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോ ഈ പ്ലാസ്മ അല്ലെങ്കിൽ ഈ ദ്രാവക ഭാഗത്തിലാണ് എന്തൊക്കെ കാണുന്നത്? RBC, WBC, പ്ലേറ്റ്ലെറ്റുകളൊക്കെ കാണപ്പെടുന്നത് ഈ ബ്ലഡിലെ ഈ പ്ലാസ്മയിലായിരിക്കും. ഓക്കെ, പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലൂയിഡ് പാർട്ട് ആണ് അല്ലെ, ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ട് അല്ലെങ്കിൽ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മയിനുള്ളിലായിരിക്കും എന്തൊക്കെ കാണുക? RBCs, വൈറ്റ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റുകൾ പോലെയുള്ളവയൊക്കെ കാണപ്പെടുന്നത്. ഓക്കെ, plasma is required to carry the many part of the blood through the bloodstream. അപ്പോ ഈ പ്ലാസ്മ എന്ത് ചെയ്യണം? പ്ലാസ്മയാണ് ബ്ലഡ് സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ രക്തപ്രവാഹം അല്ലെ. ബോഡിയിലൂടെ ബ്ലഡ് എല്ലാ പാർട്ടിലോട്ടും സഞ്ചരിക്കുന്നുണ്ട് അല്ലെ ബ്ലഡ്. അപ്പോ അങ്ങനെ ബ്ലഡ് സഞ്ചരിക്കുമ്പോ ഈ പ്ലാസ്മയിലൂടെയാണ് ഓരോ കമ്പോണൻസും നമ്മുടെ ബോഡിയിലെ ഓരോ റീജിയനിലോട്ടും എത്തുന്നത്. ഓക്കെ, അപ്പൊ ബ്ലഡിലെ പ്ലാസ്മ എന്ന് പറയുന്നത് എന്താ? ഫ്ലൂയിഡ് പാർട്ടാണ് അല്ലെ. അപ്പൊ അതിനുള്ളിലാണ് ഈ RBC ആയാലും WBC ആയാലും പ്ലേറ്റ്ലെറ്റ്സ് ആയാലും ഒക്കെ കാണുന്നത്. അപ്പോ ഈ ബ്ലഡ് സ്ട്രീമിൽ കൂടെ ബ്ലഡ് പോകുന്നത് എന്താണ്? ബ്ലഡിലൂടെ ഈ കമ്പോണൻസ് എല്ലാം പ്ലാസ്മയിൽ അടങ്ങി ഈ കമ്പോണൻസ് പ്ലാസ്മയാണ് ഇവയൊക്കെ വഹിച്ചു കൊണ്ടുപോകുന്നത് ഓരോ റീജിയനിലോട്ടും. നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്ടിലോട്ടും ഈ എല്ലാ കമ്പോണൻസിനെയും വഹിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? പ്ലാസ്മയാണ് അല്ലെ. ഇനി എന്താണ് പ്ലാസ്മയുടെ ചില 3 ഫങ്ഷൻസ്? അത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഈ കമ്പോണൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പോയിന്റ്സുകൾ ഒന്നും വിട്ടുകളയാണ്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി പ്ലാസ്മയ്ക്ക് പ്രധാനമായിട്ടും 3 ഫങ്ഷൻസ് ഉണ്ട്. 3 ഫങ്ഷൻസും എപ്പോഴും മാറി മാറി ചോദിക്കാറുള്ളതാണ്. ഇപ്പൊ 3 ഫങ്ഷൻസ് തന്നിട്ട് വേറൊരു ഏതെങ്കിലും ഒരു കമ്പോണന്റിന് ഒരു ഫങ്ഷനും കൂടി തരും. അപ്പൊ ഏത് 3 ഫങ്ഷൻസ് തരാണ്? അപ്പൊ അതിൽ പ്ലാസ്മയുടെ ഫങ്ഷൻ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോ ഈ 3 ഫങ്ഷൻസ് നിന്നിട്ട് ഏതാണ് ഈ 3 എണ്ണവുമാണ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി ആയിരിക്കും 4ാമത്തെ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഏതെങ്കിലും ഒരു ഫംഗ്ഷനും ബാക്കി 3 എണ്ണത്തിന്റെ ഫംഗ്ഷൻസും വിടും. അതിൽ പ്ലാസ്മയുടെ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണ്ടേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 3 ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് പഠിച്ചിരിക്കുക കേട്ടോ. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. എന്താണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ ബോഡിയിലെ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാ? നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? ആർക്കെങ്കിലും അറിയോ?
സുമിമോൾ എന്ന് പറഞ്ഞേ, എത്രയാണ് നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ? സുമിമോൾ 120, 80, 120. ഓക്കെ, വെരി ഗുഡ്. 80, 120 ആണ് നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ അല്ലെ. അപ്പൊ ഈ നോർമൽ ബ്ലഡ് പ്രഷർ, അതായത് നമ്മുടെ ബോഡിയിൽ എപ്പോഴും ആ ഒരു നോർമൽ ബ്ലഡ് പ്രഷർ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തെ എന്താണ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് ബ്ലഡിലെ പ്ലാസ്മ. അതാണ് ആദ്യത്തെ പ്രധാന ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആര് പെർഫോം ചെയ്യുന്നത്? പ്ലാസ്മ പെർഫോം ചെയ്യുന്ന പ്രധാന ഫംഗ്ഷൻ. രണ്ടാമത് പറയുന്നത് എന്താ? പ്രൊവൈഡ്സ് പ്രോട്ടീൻസ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. എന്താണ്? പ്ലാസ്മയിൽ കുറച്ച് പ്രോട്ടീനുകൾ ഉണ്ട്. ആ പ്രോട്ടീൻസ് എന്തിനെ സഹായിക്കുന്നു? ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ബ്ലഡിന്റെ ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്ലഡ് കട്ടപിടിക്കാനായിട്ട് ചില പ്രോട്ടീൻസിന്റെ സഹായം കൂടി വേണം. ആ പ്രോട്ടീൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? പ്ലാസ്മയാണ് കേട്ടോ. അപ്പൊ പ്ലാസ്മയാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിനുള്ള പ്രോട്ടീൻസിനെയും പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ ആയില്ലേ. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താ? ബാലൻസ് ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. എന്താണ്? സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവല് എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ ബോഡിയില് സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവല് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? പ്ലാസ്മയാണ്. അപ്പൊ പ്ലാസ്മയുടെ പ്രധാനമായിട്ട് 3 ഫംഗ്ഷൻസ് പഠിച്ചില്ലേ? എന്തൊക്കെയായിരുന്നു? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ അല്ലെ. ബ്ലഡ് പ്രഷറിനെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തത് എന്താ? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ചില പ്രോട്ടീൻസ് ആവശ്യമാണ്. ആ പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? പ്ലാസ്മയാണ്. ഓക്കെ, അങ്ങനെയുള്ള പ്രോട്ടീൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ദെൻ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം ബാലൻസിങ് അല്ലെ. എന്താണ്? ശരീരത്തിലെ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവല് ബാലൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നതും ഈ പ്ലാസ്മയാണ്. ഓക്കെ, ദെൻ 3 ഫംഗ്ഷൻസ് ക്ലിയർ ആയോ? 3 ഫംഗ്ഷൻസ് ക്ലിയർ ആയോ? ദെൻ അടുത്തതാണ് ക്രയോപ്രസിപിറ്റേറ്റ് AHF. ക്രയോപ്രസിപിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ AHF കണ്ടോ? AHF ആന്റി ഹീമോഫിലിക് ഫാക്ടർ. എന്താണ് ആന്റി ഹീമോഫിലിക് എന്ന് പറയുന്നത്? ആന്റി ഹീമോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹീമോഫിലിക് അറിയോ? ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഹീമോഫീലിയ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അതെ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ആന്റി ഹീമോഫിലിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ എന്തിനു വേണ്ടി സഹായിക്കുന്നതായിരിക്കും ആന്റി ഹീമോഫിലിക് ഫാക്ടർ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ. അതെ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫാക്ടർ ആണ് അല്ലെ. അതാണ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ. അതാണ് ക്രയോപ്രസിപിറ്റേറ്റ് AHF അല്ലെങ്കിൽ ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത്. ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മയുടെ ഒരു ഭാഗമാണ് that contains clotting factors that help to control bleeding. ഇനി എന്താണ് ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് പറയുന്നത്? എന്താണെന്ന് നോക്കിയേ. ദ പോർഷൻ ഓഫ് ദി പ്ലാസ്മ അല്ലെ. പ്ലാസ്മയുടെ ഒരു ഭാഗമാണ്. അതിൽ എന്താണ് ആ ഭാഗത്തിലുള്ളത്? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണുള്ളത് അല്ലെ. അതായത് ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അടങ്ങിയ പ്ലാസ്മയുടെ ഭാഗം അല്ലെങ്കിൽ പ്ലാസ്മയുടെ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രയോപ്രസിപിറ്റേറ്റ് AHF അല്ലെങ്കിൽ ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു പ്ലാസ്മയുടെ തന്നെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു പോർഷൻ ആണ്. അവിടെ എന്താണുള്ളത്? ദാറ്റ് കണ്ടെയ്ൻസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അല്ലെ. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണുള്ളത്. അത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അടങ്ങിയ പ്ലാസ്മയുടെ പോർഷനെയാണ് അല്ലെങ്കിൽ ഭാഗത്തെയാണ് നമ്മൾ ക്രയോപ്രസിപിറ്റേറ്റ് AHF അല്ലെങ്കിൽ ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത്. Then albumin, immune globulins and clotting factor
concentrate may also be separated and processed for transfusion. അതുപോലെ തന്നെ ആൽബുമിൻ, ഇമ്യൂൺഗ്ലോബുലിൻ ഒക്കെ പ്ലാസ്മയിലെ പ്രോട്ടീൻസ് ആണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ ഫാക്ടേഴ്സ് പ്ലാസ്മയിലെ പ്രോട്ടീൻസ് ആണ് അല്ലെ. അപ്പൊ ഈ പ്രോട്ടീൻസ് എല്ലാം എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്? ഓരോ ഫംഗ്ഷനുകൾ ഈ പ്രോട്ടീൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഓരോ ഫംഗ്ഷൻസിനും വേണ്ടിയിട്ടുള്ള ഈ പ്ലാസ്മയിലെ ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ആൽബുമിൻ ആയിക്കോട്ടെ, ഇമ്യൂൺഗ്ലോബുലിൻ ആയിക്കോട്ടെ, പ്രോട്ടീൻ ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഓരോന്നിനും ഓരോ അതിൻ്റെതായ ഫങ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഫങ്ഷൻ എന്താണ്, ആ രോഗിക്ക് എന്താണോ ആവശ്യം അല്ലെ, അത് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്ലാസ്മയിലെ ഇങ്ങനെയുള്ള എല്ലാ പ്രോട്ടീൻസിനെയും നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്തിട്ട് പ്രോസസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അത് ആവശ്യമുള്ളപ്പോൾ അതിനെ എന്ത് ചെയ്യും? റെസിപ്പിയന്റിലോട്ട് ട്രാൻസ്ഫ്യൂഷൻ വഴി കൊടുക്കാം അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടാനും സാധിക്കും. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മാഡം ഒന്നുകൂടി പറയാമോ? ഓക്കെ, അപ്പൊ ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ക്രയോപ്രസിപിറ്റേറ്റ് AHF അല്ലെങ്കിൽ ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? അത് പ്ലാസ്മയുടെ ഒരു ഭാഗമാണ്. ഓക്കെ, നമ്മൾ പ്ലാസ്മയെ പറ്റിയല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്ലാസ്മയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. ഇനി ഈ പ്ലാസ്മയുടെ ഈ ഭാഗത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? കണ്ടെയ്നിങ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, കണ്ടെയ്ൻസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, ക്ലോട്ടിംഗ് ഫാക്ടറുകൾ അല്ലെങ്കിൽ എന്തിനു വേണ്ടി സഹായിക്കുന്ന, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ? ബ്ലീഡിങ് അല്ലെ, അവിടെ ബ്ലീഡിങ് ഉണ്ടാവുന്ന കേസുകൾ ഉണ്ടാവുമ്പോ ആ ബ്ലീഡിങ്ങിനെ തടയാൻ വേണ്ടിയിട്ട്, അതായത് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ശരിയാവോ? എന്തെങ്കിലും ഒരു മുറിവ് വന്നാൽ അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യപ്പെടണം അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ബോഡിയിലെ ബ്ലഡ് മുഴുവൻ വാളുന്നു നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. അപ്പൊ അങ്ങനെയുള്ള ആ കേസുകളിൽ ബ്ലീഡിങ്ങുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രോട്ടീൻ ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള പ്ലാസ്മയുടെ ഭാഗത്തിൽ പറയുന്നതാണ് നമ്മൾ ക്രയോപ്രസിപിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും പ്രോട്ടീനിന് വേണ്ടി സഹായിക്കുന്ന പല പ്രോട്ടീൻസ് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ദെൻ ആൽബുമിൻ ആയിക്കോട്ടെ, ഇമ്യൂൺഗ്ലോബുലിൻ ആയിക്കോട്ടെ, പ്രോട്ടീൻ ഫാക്ടേഴ്സ് ഒക്കെ പ്ലാസ്മയിലുള്ള പ്രോട്ടീൻസ് തന്നെയാണ്. അപ്പൊ ഈ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൽബുമിനെയും ഇമ്യൂൺഗ്ലോബുലിനെയും പ്രോട്ടീൻ ഫാക്ടറിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന സമയത്ത് ഇവയൊക്കെ എന്ത് ചെയ്യാം? ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിൽ നിന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് പ്രോസസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അതിൻ്റെതായ പ്രത്യേക ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഏത് രോഗിക്കാണോ ഇപ്പൊ ആൽബുമിനാണ് അവിടെ ആവശ്യമെങ്കിൽ അവർക്ക് ആൽബുമിൻ നമുക്ക് കൊടുക്കാൻ, ട്രാൻസ്ഫ്യൂഷൻ വഴി കൊടുക്കാൻ പറ്റും. ഇനി ഈ ക്ലോട്ടിംഗ് ഫാക്ടർ ആണ് അവർക്ക് വേണ്ടത്. ഇപ്പൊ ഹീമോഫിലിക് പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ബ്ലഡ് കട്ട പിടിക്കാത്ത ഒരു അവസ്ഥയില്ലേ അവരുടെ രോഗം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്ത് വേണം? ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ആ ക്ലോട്ടിംഗ് ഫാക്ടർ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്ത് അത് മാത്രം നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് മാത്രമായിട്ട് നമുക്ക് ആ രോഗിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ എല്ലാത്തിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, ദെൻ അടുത്ത പോർഷൻ ഏതാ? വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? പറഞ്ഞു തന്നിട്ടില്ലേ? മിസ് രമ്യ മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എന്താണോ മനസ്സിലായത്? Process of transferring blood from one person to another. യെസ്, മജീദ അല്ലെ? ട്രാൻസ്ഫർ ഓഫ് blood from one person to another. One person to another. യെസ്, വെരി ഗുഡ്. അപ്പോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കുന്ന ആ വ്യക്തിയെ പറയുന്നത് എന്താണ്? ആ വ്യക്തിക്ക് Donor. ഇനി ആ ബ്ലഡ് റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ബ്ലഡ് സ്വീകരിക്കുന്ന ആളെ വിളിക്കുന്ന പേരെന്താ? വെരി ഗുഡ്. അപ്പൊ ഡോണർ ആയിരിക്കും അല്ലെ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ ഇവിടെ ഡോണറും ഉണ്ടായിരിക്കും, റെസിപ്പിയന്റും ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് നോക്കിയേ. ടിപ്പിക്കലി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇസ് ദ process in which blood components are transferred from one person, that is donor, into the bloodstream of another person, that is recipient. അല്ലെ? അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പ്രോസസ് ആണ് അല്ലെ? ഇതൊരു പ്രക്രിയയാണ്.
എന്താണ് ഒരു പേഴ്സൺ, അതായത് ആ പേഴ്സൺ ആരായിരിക്കും? ഡോണർ ആയിരിക്കും അല്ലെ. ആ ഡോണർ എന്ന് പറയുന്ന പേഴ്സണിലെ ബ്ലഡ് കമ്പോണൻസിനെ മറ്റൊരു പേഴ്സന്റെ ബ്ലഡ് സ്ട്രീമിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു പേഴ്സൺ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? റെസിപ്പിയൻ അല്ലെ, അത് സ്വീകരിക്കുന്ന ആളാണ്. ആ മറ്റൊരു പേഴ്സന്റെ ബ്ലഡ് സ്ട്രീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്, എന്താണ്? ഡോണറിൽ നിന്നും റെസിപ്പിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെ. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് ഇറ്റ് കംസ് ഇൻ ടു ആക്ട്സ് എസ്പെഷ്യലി ആസ് എ ലൈഫ് സേവിംഗ് പ്രോസസ് for the recipient when there is a large loss of blood cells through bleeding or depression of the bone marrow. എന്താണ്? ഇതൊരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ് അല്ലെ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് അല്ലെ. ജീവൻ രക്ഷാ മാർഗം, അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള ജീവൻ രക്ഷിക്കുന്ന ഒരു മാർഗം, അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണ്. എന്താണ്? ഇപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള സീരിയസ് ആയിട്ടുള്ള ബ്ലീഡിങ്ങുകൾ ഉണ്ടാവുന്നു. ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റുകളോ കാര്യങ്ങളോ ഒക്കെ നടന്ന് ഒത്തിരി ബ്ലഡ് പോയ പേഷ്യൻസ് ആവാം. അല്ലാന്നുണ്ടെങ്കിൽ ബോൺ മാരോ ഡിപ്രഷൻ. എന്താണ് ബോൺ മാരോ എന്ന് പറയുന്നത്? ബോൺ മാരോ അറിയോ ആർക്കെങ്കിലും? ബോൺ മാരോ എന്താണ്? ബോൺ മാരോ അസ്ഥിമജ്ജയാണ്. ശരിയാണ്, അസ്ഥിമജ്ജ അല്ലെ. അപ്പൊ അസ്ഥിമജ്ജയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അസ്ഥിമജ്ജയുടെ പ്രത്യേകത അറിയോ? ഇല്ല. ഓക്കെ, അപ്പൊ ഈ ബോൺ മാരോ അല്ലെങ്കിൽ അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ് നമ്മുടെ RBC ആയിക്കോട്ടെ, WBC ആയിക്കോട്ടെ, പ്ലേറ്റ്ലെറ്റ് ആയിക്കോട്ടെ, ഈ മൂന്നെണ്ണവും നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഏതൊക്കെ മൂന്നെണ്ണാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. ക്ലിയർ ആയില്ല. ഓക്കെ ഓക്കെ, അപ്പൊ എന്താണ് അസ്ഥിമജ്ജ എന്ന് പറയുന്നത്? ബോൺ മാരോ അല്ലെ. ഈ ബോൺ മാരോയിൽ വെച്ചിട്ടാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എന്നിവ നിർമ്മിക്കുന്നത് ഈ ബോൺ മാരോയിലാണ്. ഓക്കെ, അപ്പോ ഈ ബോൺ മാരോയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അസ്ഥിമജ്ജയുടെ പ്രവർത്തനം കുറയുമ്പോ അവിടെ എന്തൊക്കെയാണ് കുറയുന്നത്? എന്തിനൊക്കെ നമ്പേഴ്സ് കുറയും ഓട്ടോമാറ്റിക്കലി? ഈ RBC ആയിക്കോട്ടെ, WBC ആയിക്കോട്ടെ, പ്ലേറ്റ്ലെറ്റ്സ് ആയിക്കോട്ടെ, ഇതിന് മൂന്നും ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു കഴിവ് അതിന് കുറയുകയല്ലേ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബ്ലഡിന്റെ ഇങ്ങനെ ഈ മൂന്ന് കമ്പോണൻസിന്റെയും നമ്പർ എന്ത് ചെയ്യും? കുറയാം. അപ്പൊ അതുകൊണ്ട് അതിനെ ആ ഒരു കണ്ടീഷനെയാണ് ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്. എന്താണ് ബോൺ മാരോ ഡിപ്രഷൻ? ഒന്നുകൂടി പറയാം. ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത് ബോൺ മാരോ അല്ലെങ്കിൽ അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് പോലെയുള്ളവ നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ അസ്ഥിമജ്ജയുടെ പ്രവർത്തനം കുറയുന്നത് മൂലം ഈ രക്തകോശങ്ങളുടെ ബ്ലഡിലുള്ള അളവ് കുറയാനായിട്ട് കാരണമാകും. ഓക്കെ, അസ്ഥിമജ്ജയുടെ പ്രവർത്തനം കുറയുമ്പോൾ ഈ ബ്ലഡ് സെൽസിന്റെ നമ്പർ ബ്ലഡിൽ കുറയാനായിട്ട് കാരണമാകും. ഈ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോൺ മാരോ ഡിപ്രഷന്റെ സമയത്ത് നമ്മുടെ ബ്ലഡിൽ എന്തായിരിക്കും? ഈ ബ്ലഡ് സെൽസ് RBC കുറവായിരിക്കും, WBC കുറവായിരിക്കും, പ്ലേറ്റ്ലെറ്റ്സിന്റെ നമ്പർ കുറവായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിലും അതുപോലെ തന്നെ എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ്ങുകൾ, എന്തെങ്കിലും ആക്സിഡന്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടു പോയവരിലും എന്താണ് ബ്ലഡ് സെൽസ് അവരുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് പോയി അല്ലെ, ഒരുപാട് നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അവരുടെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ജീവൻ രക്ഷാ പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആയിട്ട് അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മാറുന്നു. ക്ലിയർ ആയോ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതുകൊണ്ട് തന്നെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു? നോബിൾ കോസ്. എന്താണ്? ഒരു മഹത്തരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോ എന്താണ്? ഒന്നുകൂടി പറയാം. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡോണർ അല്ലെ, ഒരു പേഴ്സൺ, അതായത് ആ ഡോണറിൽ നിന്നും ആരിലേക്ക്? റെസിപ്പിയന്റിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് നമുക്ക് സിമ്പിളി പറയാൻ പറ്റും അല്ലെ. ഇനി ഇതൊരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. എങ്ങനെയാണ്? അതായത് എന്തെങ്കിലും ബ്ലീഡിങ്ങുകളോ കാര്യങ്ങളോ, എന്തെങ്കിലും ആക്സിഡന്റുകൾ ആയിക്കോട്ടെ, സർജറീസ് ആയിക്കോട്ടെ, അതുപോലെയുള്ള തരത്തിലുള്ള ഏതൊരു കണ്ടീഷനിലായിട്ടും സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ്ങുകൾ ഉണ്ടാവുന്ന കേസുകളിലാവാം. അല്ല എങ്കിൽ ബോൺ മാരോ ഡിപ്രഷൻ. എന്താണ് ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്? ബോൺ മാരോ എന്ന് പറഞ്ഞാല് അസ്ഥിമജ്ജ അല്ലെ. അപ്പൊ ഈ അസ്ഥിമജ്ജ എന്ന് പറയുന്ന ഈ ബോൺ മാരോയിലാണ് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്, ഈ മൂന്ന് ബ്ലഡ്
ബ്ലഡ് സെൽസും നിർമ്മിക്കപ്പെടുന്നത് ഈ ബോൺ മാരോയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഈ ബോൺ മാരോയുടെ പ്രവർത്തനം കുറഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഈ ബ്ലഡ് സെൽസ് നിർമ്മിക്കുന്നതിന്റെ പ്രവർത്തനവും കുറയും അല്ലെ. അപ്പൊ അങ്ങനെ നിർമ്മിക്കാണ്ടിരിക്കുമ്പോ ആ ഒരു അവസ്ഥ, അതായത് അപ്പൊ ബ്ലഡിലെ ഈ ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സിന്റെ ഒക്കെ അളവ് എങ്ങനെയായിരിക്കും ബ്ലഡില് കുറയുന്ന അവസ്ഥ അല്ലെ. ആ ഒരു കുറയുന്ന അവസ്ഥയാണ് നമ്മുടെ ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് ബോൺ മാരോയുടെ പ്രവർത്തനം കുറയുന്നു, അതുമൂലം രക്തത്തിലെ കോശങ്ങളുടെ അളവും കുറയുന്നു ഓട്ടോമാറ്റിക്കലി അല്ലെ. അതാണ് ആ ഒരു അവസ്ഥയാണ് ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോൺ മാരോ ഡിപ്രഷൻ വരുമ്പോ ആ ഒരു കണ്ടീഷൻ വരുമ്പോ എന്താണ്, ബ്ലഡില് ഈ സെൽസിന്റെ അളവ് കുറവായിരിക്കും. അങ്ങനത്തെ കണ്ടീഷനിലും കൂടാതെ ബ്ലീഡിങ്ങുകൾ അല്ലെ, എന്തെങ്കിലും തരത്തിലുള്ള സിവിയർ ബ്ലീഡിങ്ങുകൾ ഉണ്ടാകുന്ന കേസുകളിലും ഒക്കെ ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതൊരു ലൈഫ് സേവിങ് പ്രോസസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്, ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ. അല്ലെങ്കിൽ രക്തം എന്താണ് കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് ആ രോഗിയുടെ ജീവൻ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഒരു ലൈഫ് സേവിങ് പ്രോസസ് ആണ് ഈ ട്രാൻസ്ഫ്യൂഷൻ. ആയതുകൊണ്ട് തന്നെ ആ ട്രാൻസ്ഫ്യൂഷനെ, നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ ഒരു നോബിൾ കോസ് അല്ലെങ്കിൽ ഒരു മഹത്തരമായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ആർ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ് അല്ലെ. ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ് ആകുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആയത്, എന്തുകൊണ്ടായിരിക്കും? ബ്ലഡ് ബാങ്ക് സർവീസസ് ആക്ട് ആസ് എ യൂണിവേഴ്സൽ പോയിന്റ് ആസ് ദേ കളക്ട്, ടെസ്റ്റ് and store all types of blood. എന്താണ് ബ്ലഡ് ബാങ്കിന്റെ പ്രധാന സർവീസ് എന്ന് പറയുന്നത്? എന്താണ്, അതൊരു യൂണിവേഴ്സൽ പോയിന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാ? എല്ലാ തരത്തിലുമുള്ള, എല്ലാ ടൈപ്പിലും അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പിലുമുള്ള ബ്ലഡിനെ കളക്ട് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുന്നു, അതുപോലെ തന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ. എല്ലാ ടൈപ്പ് ബ്ലഡിനെയും കളക്ട് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ 3 പ്രോസസ്സും ബ്ലഡ് ബാങ്കിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അതിനെ ഒരു യൂണിവേഴ്സൽ പോയിന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. Okay, they watchfully screen test the blood for any signs of infection. കൂടാതെ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്ത് ചെയ്യും, അത് വളരെ സൂക്ഷ്മമായിട്ട് ഈ വരുന്ന ബ്ലഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ റെസിപ്പിയന്റിലേക്ക് പോകുമോ എന്നുള്ളതിനെ പറ്റി നമ്മൾ ഇവരെന്ത് ചെയ്യും, സൂക്ഷ്മമായിട്ട് ഈ ബ്ലഡ് ബാങ്കിൽ വെച്ച് അതിനെതിരെയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നോക്കി സൂക്ഷ്മമായിട്ട് അത് നിരീക്ഷിച്ച് കണ്ടെത്തും അല്ലെ. എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് എന്ത് റെസിപ്പിയന്റിലോട്ട് ആ ബ്ലഡ് കൈമാറ്റം ചെയ്യുള്ളൂ. ഇനി അതർ ദാൻ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ, ഇനി ഇൻഫെക്ഷൻ നോക്കും. അത് കൂടാതെ they also check the blood type, whether type A, B or O, and whether it's RH negative or RH positive അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ആദ്യം നോക്കും. ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കുന്നത് കൂടാതെ തന്നെ എന്താണ്, അത് ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ വരുന്നു എന്ന് നോക്കും അല്ലെ. എ ആണോ, ബിയിലാണോ വരുന്നത്, ബിയിലാണോ വരുന്നത്, ഓയിലാണോ വരുന്നത്, ഏത് ബ്ലഡ് ഗ്രൂപ്പിലാണോ വരുന്നത് എന്ന് നോക്കും. കൂടാതെ എന്താണ്, അത് RH നെഗറ്റീവ് ആണോ, RH പോസിറ്റീവ് ആണോ എന്ന് നോക്കും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബ്ലഡ് ബാങ്ക് ബ്ലഡ് ബാങ്കിന്റെ സർവീസസിൽ വരുന്നതാണ്. And compatibility testing is done to find out if a particular unit of blood can be transferred safely into a certain patient. അപ്പൊ എന്താണ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? അനുയോജ്യത. അതായത് ഒരു ഡോണറിന്റെ ബ്ലഡ് മറ്റൊരു റെസിപ്പിയന്റ് സ്വീകരിക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ അനുയോജ്യമാണോ എന്നുള്ളത് ആദ്യം ടെസ്റ്റുകൾ നടത്തും. അങ്ങനെ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ബ്ലഡ് അല്ലെ, ഒരു പ്രത്യേക യൂണിറ്റ് ഓഫ് ബ്ലഡ് ഒരു പ്രത്യേക പേഷ്യന്റ് വളരെ സൂക്ഷ്മമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണമെങ്കിൽ അവിടെ എന്ത് ഉണ്ടായിരിക്കണം, ആ രണ്ട് ബ്ലഡ് ഗ്രൂപ്പും തമ്മിൽ അത്രയധികം യോജിച്ചതായിരിക്കണം അല്ലെ, അത്രയധികം എന്തായിരിക്കും, അനുയോജ്യമായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള അനുയോജ്യതയും അവിടെ ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇത്രയും മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, നമ്മുടെ നോട്ട് ചെയ്തേക്കുന്നതൊന്ന് നോക്കിയേ നിങ്ങള്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കൺഫ്യൂഷൻ വരാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഇസ് O നെഗറ്റീവ്, നിങ്ങളുടെ ബ്ലഡ് ടൈപ്പ് O നെഗറ്റീവ് ആണെങ്കിൽ യു ആർ ദ യൂണിവേഴ്സൽ ഡോണർ. നിങ്ങൾ എന്തായി മാറുന്നു എന്നാണ് പറഞ്ഞത്? യൂണിവേഴ്സൽ ഡോണർ ആയി മാറുന്നു.
who can transfer your blood to almost everyone, and if your blood type is AB positive, you act as a universal recipient. അപ്പോ ഇവിടെ 2 പോയിന്റ്സ് പറയുന്നുണ്ട്. നിങ്ങളെ തമ്മിൽ ഒരു കൺഫ്യൂഷൻ വരുത്തി ചിലപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് തെറ്റിപ്പോവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പൊ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ആരാണെന്നാണ് പറയുന്നത്? യൂണിവേഴ്സൽ ഡോണർ ആണ് എന്ന് പറയുന്നു. അവർക്ക് ആർക്കും വേണമെങ്കിലും എന്ത് ചെയ്യാം? ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാം. എല്ലാവർക്കും അല്ലെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് O നെഗറ്റീവ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണർ ആണെന്ന് പറയുന്നു. AB പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആണെന്ന് പറയുന്നു അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ ആരായിരുന്നു യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ്? ആരായിരുന്നു? O ഗ്രൂപ്പ്. നമ്മൾ O ഗ്രൂപ്പ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പഠിച്ചോ? ഇല്ല അല്ലെ. അപ്പോ 2 വ്യത്യാസങ്ങളാണുള്ളത്. അതായത് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് എഴുതണം? O എഴുതണം. ഓക്കെ. ഇനി ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് ചോദിച്ചാൽ ഏത് എഴുതണം? O നെഗറ്റീവ്. ഓക്കെ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോവരുത്. കാരണം ഓപ്ഷനിൽ O നെഗറ്റീവും O പോസിറ്റീവും ഉണ്ടാവും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. 4 ഓപ്ഷൻ. ഇപ്പൊ യൂണിവേഴ്സൽ ഡോണർ ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ്? O നെഗറ്റീവ് ആണ് അല്ലെ. പക്ഷെ ഓപ്ഷനിൽ എന്തുണ്ടാവും? O നെഗറ്റീവ് ഉണ്ടാവും, O പോസിറ്റീവ് ഉണ്ടാവും, AB പോസിറ്റീവ് ഉണ്ടാവും, AB നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ലേ? ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അല്ലെ. ഏത് നെഗറ്റീവ് ആണോ, ഏതാണ് പോസിറ്റീവ് ആണോ, AB ആണോ, O ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ടോപ്പിക് എന്ന് പറയുന്നത്. എപ്പോഴും ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ, ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ എന്ത് മാത്രം എഴുതിയാൽ മതി? O ഗ്രൂപ്പ് എന്ന് എഴുതിയാൽ മതി, യൂണിവേഴ്സൽ ഡോണർ ആയിട്ട്. ഇനി ഏതാണ് ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിച്ചാൽ ഏത് എഴുതണം? O നെഗറ്റീവ് എന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് എഴുതിയിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏത് ഗ്രൂപ്പ് ആയിരുന്നു? ആണ്. അപ്പൊ AB എന്ന ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് എഴുതും? ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാല് എഴുതുക. ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് ചോദിച്ചാല് അവിടെ എന്ത് എഴുതാം? എഴുതിയിരിക്കുക കേട്ടോ. മാറിപ്പോവാതെ നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. Then, however, any mismatch between the blood type can prove fatal causing death. So, blood test must be done carefully. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബ്ലഡ് ടൈപ്പുകളിൽ എന്തെങ്കിലും മിസ്മാച്ചുകൾ അല്ലെ, അത് യോജിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് എന്താവും അവസാനം? അത് ചിലപ്പോ ഡെത്ത് കോസിംഗ് ആയിട്ട് അല്ലെങ്കിൽ മരണത്തിലേക്ക് വരെ എത്താനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ കെയർഫുള്ളി വേണം ചെയ്യേണ്ടത് എന്നാണ് ഇതിലെ ബ്ലഡ് ബാങ്ക് സർവീസുകളിൽ പറയുന്നത്. ഇനി അവിടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തേ. നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ അതെന്താണ് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പൊ O നെഗറ്റീവ് AB പോസിറ്റീവിന്റെ കേസ് പറഞ്ഞില്ലേ? അപ്പൊ അതിലൊന്ന് നോട്ട് ചെയ്ത് നോട്ട്ബുക്കില് റിസീവ് ചെയ്യാൻ പറ്റുന്ന കേസിലാണെങ്കിൽ റിസീവ് ചെയ്യാൻ പറ്റുന്ന കേസ് എഴുതാം. അതിന് താഴെ 2 പോയിന്റ്സ് ആയിട്ട് എഴുതാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ആണ് RH പോസിറ്റീവ് blood can receive positive and negative. ഒന്നുകൂടി പറയാം. RH positive blood can receive positive and negative. Okay. Second point, RH negative blood can receive only negative. ഓക്കെ. 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. റിസീവ് ചെയ്യാൻ പറ്റുന്ന കേസിലാണോ ഈ കണ്ടീഷൻസ് ഉള്ളത്? റിസീവ് ചെയ്യാൻ പറ്റുന്ന കേസിലാണ്. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് RH പോസിറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഓക്കെ. Then RH നെഗറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് only negative. കിട്ടിയോ? അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് AB പോസിറ്റീവ് ആദ്യം എടുക്കാം. AB പോസിറ്റീവ് അല്ലെ. AB പോസിറ്റീവിന് എഴുതിക്കേ. AB പോസിറ്റീവ് എന്ന് പറയുന്നത് RH പോസിറ്റീവ് അല്ലേ? RH പോസിറ്റീവ് അല്ലേ?
അതെ യെസ് മാം. അല്ലെ? RH പോസിറ്റീവിന്റെ കണ്ടീഷൻ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? RH പോസിറ്റീവ് ബ്ലഡ് ആണെങ്കിൽ ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നിന്നും റിസീവ് ചെയ്യാം അല്ലെ? അപ്പൊ AB കാർക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ നമ്മൾ ആ ബോക്സിൽ എഴുതിയിരുന്നത്? ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാൻ എഴുതിയിരുന്ന ബോക്സിൽ ഏതൊക്കെ ഗ്രൂപ്പ്? ഓക്കെ, 4 ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം അല്ലെ? അതുകൊണ്ട് തന്നെ അവർ എന്താണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് അറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ AB പോസിറ്റീവിന്റെ കേസിൽ അവർ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പോസിറ്റീവിൽ നിന്നും റിസീവ് ചെയ്യാം, നെഗറ്റീവിൽ നിന്നും റിസീവ് ചെയ്യാം. അപ്പൊ ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാൻ പറ്റും? A പോസിറ്റീവിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റും, A നെഗറ്റീവിൽ നിന്നും റിസീവ് ചെയ്യാൻ പറ്റും അല്ലെ? ബി അതുപോലെ തന്നെ ബിയുടെ കേസിൽ പറഞ്ഞേ ഒന്ന് എഴുതിയ നിങ്ങള്. ബി നെഗറ്റീവ്. പോസിറ്റീവും ബി നെഗറ്റീവ്. അടുത്തത് AB യിൽ നിന്ന് റിസീവ് ചെയ്യാൻ AB പോസിറ്റീവ്, AB നെഗറ്റീവ് അല്ലെ? അപ്പൊ എല്ലാവരിൽ നിന്നും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും അല്ലെ? ഇനി AB നെഗറ്റീവിന്റെ കേസ് എടുത്ത് നോക്കിയേ. നിങ്ങൾ അവിടെ എഴുതി AB നെഗറ്റീവ് എന്ന് എഴുതിയേ. AB നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താ പറഞ്ഞേ? RH നെഗറ്റീവ് ആണെങ്കിൽ ബ്ലഡിന് എവിടെ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ? ആരിൽ നിന്ന് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം? AB നെഗറ്റീവിന് ഓക്കെ. അപ്പൊ A നെഗറ്റീവ്, B നെഗറ്റീവ്, O നെഗറ്റീവ്, AB നെഗറ്റീവ് അല്ലെ? ഈ 4 പേരിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എല്ലാവരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുന്നത് ആര് മാത്രമാണ്? AB പോസിറ്റീവ് ആണ്. ഇപ്പൊ ക്ലിയർ ആയോ? AB പോസിറ്റീവ് എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്? അപ്പൊ വിച്ച് ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിച്ചാൽ AB പോസിറ്റീവ് തന്നെ സ്പെസിഫിക് ആയിട്ട് എഴുതണം. ഓക്കെ, ഇനി ഡൊണേറ്റ് ചെയ്യുന്ന കേസ് കണ്ടീഷൻ ഒന്ന് എഴുതിക്കേ. ഡൊണേറ്റ് ചെയ്യുന്ന കേസില് ഡൊണേറ്റ് ചെയ്ത് നമ്മൾ റിസീവ് ചെയ്യുന്ന കാര്യമല്ലേ പറഞ്ഞത്? ഇനി ഡൊണേറ്റ് ചെയ്യുന്ന കേസ് ഒന്ന് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് ചെയ്ത RH പോസിറ്റീവ് ക്യാൻ ഗീവ്, RH പോസിറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് only. RH പോസിറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് only. RH പോസിറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് only. രണ്ടാമത്തെ പോയിന്റ് ചെയ്ത RH നെഗറ്റീവ് ക്യാൻ ഗീവ്, RH നെഗറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഓക്കെ, RH നെഗറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. എഴുതിയോ? ക്ലിയർ ആയോ? കിട്ടിയോ? മാം ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറയുമോ? RH പോസിറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് only. ഫസ്റ്റ് പോയിന്റ് വരുന്നത്. സെക്കൻഡ് വരുന്ന കണ്ടീഷൻ ആണ് RH നെഗറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഓക്കെ, റിസീവിംഗ് നേരെ കോൺട്രാസ്റ്റ് ആയിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ചെഴുതിയാൽ മതി. അപ്പൊ അവിടെ പോസിറ്റീവിനാണെങ്കിൽ ഇവിടെ നെഗറ്റീവിനാണ് രണ്ട് ഗ്രൂപ്പിലെയും രണ്ട് പോസിറ്റീവിനെയും നെഗറ്റീവിനെയും സ്വീകരിക്കാൻ പറ്റുക. അപ്പൊ അതിന് എക്സാമ്പിൾ നമ്മൾ O പോസിറ്റീവ് തന്നെ എടുക്കാം. O പോസിറ്റീവ് എടുത്ത എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കുക. O പോസിറ്റീവ് RH പോസിറ്റീവ് ആണ് അല്ലെ? O പോസിറ്റീവ് RH പോസിറ്റീവ് അല്ലേ? അപ്പൊ അവർക്ക് ആരിൽ നിന്നൊക്കെ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പൊ A പോസിറ്റീവ്, B പോസിറ്റീവ്, AB പോസിറ്റീവ്, O പോസിറ്റീവുകൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? അത് ഓക്കെ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യത്തെ ബോക്സിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അല്ലെ? 4 ഗ്രൂപ്പിനും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്ന ഗ്രൂപ്പായിട്ട് പറഞ്ഞു. എന്നാൽ ഇവിടത്തെ കണ്ടീഷൻ പറയുന്നത് എന്താ? പോസിറ്റീവ് ആയാൽ, പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ RH പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പോസിറ്റീവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതൊക്കെ കൊടുക്കാൻ പറ്റും? A പോസിറ്റീവിന് കൊടുക്കാം, B പോസിറ്റീവിന് കൊടുക്കാം, AB പോസിറ്റീവിന് കൊടുക്കാം, O പോസിറ്റീവിന് കൊടുക്കാം. ഇനി അതേ കണ്ടീഷൻ തന്നെ O നെഗറ്റീവിന് നിങ്ങൾ എഴുതി നോക്കിയേ. O നെഗറ്റീവിന് എഴുതി നോക്കിക്കേ. O നെഗറ്റീവ് ആണെങ്കിലോ ബോത്ത് അല്ലെ? രണ്ടുപേർക്കും കൊടുത്തൂടെ? പോസിറ്റീവിനും കൊടുക്കാം, നെഗറ്റീവിനും കൊടുക്കാം അല്ലെ? അപ്പൊ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? A നെഗറ്റീവ്, A പോസിറ്റീവും നെഗറ്റീവിനും, B പോസിറ്റീവും നെഗറ്റീവിനും, AB പോസിറ്റീവ്, AB നെഗറ്റീവ്, O പോസിറ്റീവ്, A പോസിറ്റീവ്, AB നെഗറ്റീവ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 4 ഗ്രൂപ്പുകളിലും പെട്ട പോസിറ്റീവിനും നെഗറ്റീവിനും കൊടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സൽ ഡോണർ ആരാണ്?
ആരാണ് അപ്പൊ യൂണിവേഴ്സൽ ഡോണർ? എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്ന ആളാരാണ്? നെഗറ്റീവ് ഓക്കെ, അപ്പോ എന്താണ് പോസിറ്റീവ്, എന്താണോ നെഗറ്റീവ് ആയിരുന്നുള്ളത് ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്ലിയർ ആയിരുന്നോ ഇന്നലെല്ലാം? യെസ് മാം. Yes, ma'am. താങ്ക് യു മാം. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു. ചെയ്യാട്ടോ. Thank you, ma'am. Thank you, teacher. താങ്ക് യു മാം. Thanks, ma'am. Thank you, ma'am. Thank you, ma'am.